കാനഡയിലേക്കുള്ള പഠനാനുമതി ലഭിച്ച 50,000-ഓളം അന്തർദേശീയ വിദ്യാർത്ഥികളെ അവരുടെ നിയുക്ത കോളേജുകളിലും സർവകലാശാലകളിലും നോ ഷോ ആയി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യൻ പൗരന്മാരാണ് ഇതിൽ കൂടുതലായും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസത്തെ സർക്കാർ കണക്കുകൾ ഉദ്ധരിച്ച് 19,582 വിദ്യാർത്ഥികളുടെ പേരുകളാണ് പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് ഡാറ്റ ഉദ്ധരിച്ചുകൊണ്ട് ദി ഗ്ലോബൽ ആൻഡ് മെയിൻ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഇമിഗ്രേഷൻ, റെഫ്യൂജീസ്, സിറ്റിസൺഷിപ്പ് കാനഡ രേഖപ്പെടുത്തിയ മൊത്തം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ 6.9% നിയമങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 2014 നടപ്പിലാക്കിയ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കംപ്ലയിൻസ് റെജിമിന് കീഴിൽ വിദ്യാർത്ഥികളുടെ ഹാജർ നിലയെക്കുറിച്ചും പഠനാനുമതികൾ പാലിക്കുന്നതിനെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വർഷത്തിൽ 2 തവണ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് കംപ്ലയിൻസ് റെജിം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വ്യാജ വിദ്യാർത്ഥികളെ കണ്ടെത്താനും സംശയാസ്പദമായ സ്കൂളുകളെ തിരിച്ചറിയാനും പ്രവിശ്യകളെ സഹായിക്കാനാണ്. 2024 മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കോളേജുകളും സർവകലാശാലകളും 144 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ IRCCയിലേക്ക് റിപ്പോർട്ട് ചെയ്തു. കൂടാതെ ഇത് അന്തർദേശീയ വിദ്യാർത്ഥികൾക്കിടയിൽ കാര്യമായ നിയമങ്ങൾ പാലിക്കാത്ത നിരക്കുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഉയർന്ന നോ ഷോ നിരക്കുള്ള ആദ്യ 10 രാജ്യങ്ങളിൽ ഫിലിപ്പീൻസ്, ചൈന, ഇറാൻ, റുവാണ്ട എന്നിവ ഉൾപ്പെടുന്നു. അന്തർദേശീയ വിദ്യാർത്ഥികൾ മുൻകൂറായി ഫീസ് അടയ്ക്കുന്നത് സിസ്റ്റം ദുരുപയോഗം കുറയ്ക്കുമെന്നാണ് മുൻ ഫെഡറൽ എക്കണോമിസ്റ്റും ഇന്റഗ്രേറ്റീവ് ട്രേഡ് ആൻഡ് എക്കണോമിക്സിന്റെ സ്ഥാപകനുമായ ഹെൻറി ലോട്ടിൻ ദി ഗ്ലോബ് ആൻഡ് മെയിലിനോട് പറഞ്ഞത്. ഏകദേശം 20,000-ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികളെ IRCCക്ക് ട്രാക്ക് ചെയ്ത് മൊത്തം വിസകൾ പാലിക്കാത്തവരുടെ പട്ടികയിൽ തരംതിരിച്ചിട്ടുണ്ട്. കൂടാതെ US-ലേക്ക് അനധികൃതമായി അതിർത്തി കടക്കാൻ സഹായിച്ചതായി സംശയിക്കുന്ന ഇന്ത്യയിലെ വിവിധ കനേഡിയൻ കോളേജുകളും 2 സ്ഥാപനങ്ങളും തമ്മിൽ സാധ്യതയുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യൻ നിയമപാലകർ നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട്. ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനു പകരം ഈ വിദ്യാർത്ഥികൾ അനധികൃതമായി അമേരിക്കയിലേക്ക് കടന്നതായാണ് ആരോപിക്കപ്പെടുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി അതിന്റെ ഇന്റർനാഷണൽ പോലീസിംഗ് ലൈസൺ ഓഫീസർമാർ വഴി ഇന്ത്യയിലെത്തിയതായി RCMP വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം നോ ഷോ എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മിക്ക ഇന്ത്യൻ വിദ്യാർത്ഥികളും കാനഡയിൽ തന്നെ തുടരുകയും അവിടെ ജോലി ചെയ്യുകയും അവിടെ സ്ഥിര താമസമാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ലോട്ടിൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം കാനഡയിൽ അഭയം തേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ റെക്കോർഡ് വർധനവ് അദ്ദേഹം എടുത്തുകാട്ടി. വളരെ ചെറിയ ഉപവിഭാഗം മാത്രമേ US-ലേക്ക് കടന്നിരിക്കൂ. കൂടാതെ മിക്ക വിദ്യാർത്ഥികളും കാനഡയിൽ ജോലി ചെയ്യാനും സ്ഥിര താമസക്കാരാകാനും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ദ ഗ്ലോബ് ആൻഡ് മെയിൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ നവംബറിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സിസ്റ്റത്തിന്റെ ദുരുപയോഗം പരിഹരിക്കുന്നതിന് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരുന്നു. കൂടാതെ കംപ്ലയിൻസിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കാത്ത കോളേജുകളും സർവകലാശാലകളും 1 വർഷത്തേക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്നതിൽ നിന്ന് സസ്പെൻഡ് നേരിടേണ്ടി വന്നേക്കാമെന്നും അറിയിച്ചിരുന്നു. തുടർന്ന് കനേഡിയൻ കോളേജുകളിലോ സർവകലാശാലകളിലോ സ്വീകാര്യമായ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന അനുമതികളുടെ വ്യവസ്ഥകൾ പാലിക്കാത്തതായി തോന്നുന്ന വിദ്യാർത്ഥികളിൽ IRCC അധിക പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കാനഡയിൽ നിന്ന് US-ലേക്ക് വ്യക്തികൾ ക്രമരഹിതമായി കടക്കുന്ന റിപ്പോർട്ടുകളെക്കുറിച്ചും കാനഡ അറിയാമെന്നും പലപ്പോഴും ഇത് സുഗമമാക്കൽ അല്ലെങ്കിൽ കള്ളക്കടത്ത് ശൃംഖലകളുടെ സഹായത്തോടെ ഇത് ആവർത്തിക്കുകയാണെന്നാണ് മിക്ക ആളുകളുടെയും അഭിപ്രായം. കൂടാതെ സർക്കാർ പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കുറഞ്ഞത് 10% സ്റ്റുഡന്റ് വിസ ഹോൾഡർമാരെങ്കിലും കണക്കിൽ പെടാത്തവരാണെന്നാണ് വ്യക്തമാക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക് കാനഡയും ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റും അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം ട്രാക്ക് ചെയ്യുന്നതെങ്ങനെയെന്നത് തമ്മിലുള്ള പൊരുത്തക്കേട് കൊണ്ടാണ് ഈയൊരു പ്രശ്നം രൂക്ഷമാകുന്നതെന്നും ചിലർ വ്യക്തമാക്കി.